ഒരു പ്രാവശ്യം എൻ്റെ ഹൃദയത്തിൽ പിറക്കുന്നില്ല എങ്കിൽ അതുകൊണ്ട് എന്ത് ഫലമാണുള്ളത്? ഇന്ന് നമ്മൾ ഈ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ്, കർത്താവേ, അങ്ങ് പുൽക്കൂട്ടിൽ വന്ന് പിറന്നതുപോലെ എൻ്റെ ഹൃദയത്തിലും വന്ന് പിറന്നുകൊണ്ട് എന്നെ നവീകരിക്കണമേ, എൻ്റെ ജീവിതത്തെ നവീകരിക്കണമേ. അതുവഴിയായി ഞാൻ മനുഷ്യത്വം വീണ്ടെടുത്ത് ജീവിക്കുന്ന നല്ലൊരു മനുഷ്യനായി തീരട്ടെ എന്ന്. അതുപോലെ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ട ഒരു വാചകം ഞാൻ നേരത്തെ പറയുകയുണ്ടായി. ഭയപ്പെടേണ്ട, സർവജനതകൾക്കും വേണ്ടിയുള്ള സദ്വാർത്ത നിങ്ങളെ ഞാൻ അറിയിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഒരു രക്ഷകൻ, കർത്താവായ മിശിഹ ജനിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ്. വളരെ വലിയ പ്രഖ്യാപനമാണിത്. കേരളത്തിലെ വലിയ പള്ളികളിലും ചെറിയ ഇടവകകളിലും എല്ലാം അർദ്ധരാത്രി മുതൽ തന്നെ വലിയ പ്രാർത്ഥനകളും ഒപ്പം തന്നെ കുർബാനകളും എല്ലാം നടക്കുകയാണ്. നക്ഷത്ര വിളക്കുകൾ, അലങ്കൃതമായ വീടുകളും ഒപ്പം തന്നെ സ്നേഹത്തിന്റെ മധുരം വിളമ്പുന്ന കേക്കുകളും കരോൾ ഗാനങ്ങളും ഈണവും എല്ലാം കേരളത്തിലെ ഓരോ തെരുവുകളെയും ആഘോഷ ലഹരിയിൽ ആക്കിയിരിക്കുകയാണ്. മതപരമായ ചടങ്ങുകൾക്കപ്പുറം ഇതൊരു മനുഷ്യത്വത്തിന്റെ കൂടി ആഘോഷം എന്ന് വേണം പറയാൻ. മഹത്തായ സന്ദേശം കൈമാറുന്ന ഒരു വലിയ ഒത്തുചേരലായി നമ്മുടെ ഈ നാട് മാറുന്നു. അതിന്റെ കൂടി സന്ദേശമാണ് ഈ ക്രിസ്മസ് പങ്കുവെക്കുന്നത്. വിവിധ ദേവാലയങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.